നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഒരു ചെറിയ സ്മോൾ അഹങ്കാരത്തോടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒന്നുമല്ല, പ്രവചനങ്ങളിൽ ചില ഭാഗങ്ങളൊക്കെ ശരിയായി വരുന്നു. ഞാൻ എന്റെ ലൈനപ്പ് പ്രൊഡിക്ഷൻസും ആരൊക്കെ ലോണിൽ പോകുന്നു, ആരൊക്കെ ചെൽസി വിടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഞാൻ പറയുകയുണ്ടായിരുന്നു. സാന്റോസ് ആൻഡ് ലെസ്ലി ഒഗോചുക്കു രണ്ടുപേരും ലോണിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ സാന്റോസ് കൺഫേംഡ് ആയി തിരിച്ച് സ്ട്രാസ്ബർഗിലേക്ക് ലോണിൽ പോവുകയാണ്. അവിടുത്തെ കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്ത് താൻ എവിടെയാണ് കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തന്റെ പ്രിഫേർഡ് ഫോർമേഷൻ അല്ലെങ്കിൽ പൊസിഷൻ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഹി വാസ് ഹാപ്പി. എന്നിട്ട് പുള്ളിക്കാരൻ സ്ട്രാസ്ബർഗിലേക്ക് പോവുകയും ലെസ്ലി ഒഗോചുക്കുവിന് എന്തായാലും ചെൽസി ഒരു പ്രീമിയർ ലീഗ് ക്ലബിന് വേണ്ടിയിട്ട് തന്നെ ലോണി വിടാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ്. എല്ലാ ഡയറക്ഷൻസും ഇപ്പൊ താൽക്കാലികമായിട്ട് എവർട്ടണിലേക്കാണ് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എവർട്ടൺ അമാൻഡു ഒനാനെ വിറ്റതിന് ശേഷം അവിടെ ഒരു പ്ലെയറിന്റെ ഗ്യാപ്പ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഒരു പ്രോപ്പർ നമ്പർ 6 റോളിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്ലെയറിനെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ലെസ്ലി ഒഗോചുക്കു ലോണിൽ പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ മിഡ്ഫീൽഡുകൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്. പിന്നെ ആകെ കൂടെയുള്ള എക്സ്ട്രാ പ്ലെയർ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സേസറെ കാസഡൈ ആൻഡ് കോണർ ഗാലഗർ മാത്രമേ ഉള്ളൂ. അപ്പൊ കോണർ ഗാലഗറിനെ ഇനി വിൽക്കാനായിട്ടുള്ള ഒരു സാധ്യത കുറഞ്ഞുകൊണ്ട് വരുന്നു. കാരണം സേസറെ കാസഡൈ അനദർ ബിഗ് ക്വസ്റ്റ്യൻ. അവന്റെ ഗെയിം ഡെവലപ്മെന്റിലും അവനെയും തന്നെ ലോണി വിടണം. അപ്പൊ നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് ബിക്കം റിയലി ഷോർട്ട്. അപ്പൊ ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ ആ ലൈനപ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്ര നാള് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യട്ടെ. ഓക്കെ, ഡൺ. സോ ഇതിൽ വലിയ സർപ്രൈസ് ഒന്നുമില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു കെവിൻ ഡി ബ്രോയ്നെ കിയനൻ ഡ്രൂസ്ബറി ഹാളിനെ ലെഫ്റ്റിലിട്ടാണ് കളിപ്പിക്കേണ്ടത്, കാരണം ഹി പ്രിഫേഴ്സ് ദിസ് പെർട്ടിക്കുലർ സ്ലോട്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർനെ ചുക്കോമേക്ക ആസ് ആൻ ഐഡിയൽ പാർട്ട്ണർ വിൽ ബി പെർഫെക്റ്റ്. Caicedo Gallagher as a proper box-to-box destroyer number 8 midfielder. Enzo Lavia ഈ പറയുന്ന പോലെ നമ്പർ 6 റോളിൽ ഡിക്റ്റേറ്റിംഗ് ദ ടെർമിനോളജി. അപ്പൊ നമ്മുടെ മിഡ്ഫീൽഡ് കോമ്പിനേഷൻ ഇസ് റൈറ്റ്. സാന്റോസ് ഇല്ല, ഇനിയിപ്പോ കാസഡേ മാത്രമേ ഉള്ളൂ. അപ്പൊ ഗാലഗർ ഇവിടെ പോവാണെന്നുണ്ടെങ്കിൽ then it could be either be Cesare Casadei. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഐ വുഡ് റാദർ ചൂസ് കോണർ ഗാലഗർ ദാൻ Cesare Casadei. കാരണം കാസഡേക്ക് ഇനിയും ഡെവലപ്പ് ചെയ്യാൻ സമയം വേണം. നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള മിഡ്ഫീൽഡറിനെയാണ് ആവശ്യം. എങ്ങനെ നോക്കിയാലും എന്റെ ഒരു പ്രിഫേർഡ് പൊസിഷൻ അവിടെ ഗാലഗർ തന്നെയായിരിക്കും. ഗാലഗർ റിമെയിൻസ് ഇഞ്ചുറി ഫ്രീ, വർക്ക് ഹോസ് ആണ്, എല്ലാം നല്ലത് തന്നെയാണ്. അപ്പൊ എന്തൊന്നാലും ഒരു അടിപൊളി സ്ക്വാഡ് പ്ലെയർ ആയിട്ട് ഗാലഗറിനെ ഉപയോഗിക്കാം. ഇവിടെ ടോസിൻ അബർദായോ, ഫൊഫാന ആൻഡ് ദിസാസിന്റെ പേര് ഞാൻ ഫൈനലി ആഡ് ചെയ്തു. ചിൽവെൽ കുറെ ആൾക്കാരായി ചോദിക്കുന്നു. ചിൽവെൽ മോസ്റ്റ് ലൈക്ലി ടു ബി സോൾഡ്. ഒരു പക്ഷെ ചിൽവെൽ സോൾഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചിൽവെൽ ആണ് കളിക്കണമെങ്കിൽ എന്നാ പിന്നെ റീസ് ജെയിംസ് ഇൻവേർട്ട് ചെയ്ത് കളിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീസ് ജെയിംസ് ഇൻവേർട്ട് ചെയ്ത് കളിക്കുമ്പോഴത്തേക്കും ചിൽവെൽ വിൽ ബിക്കം ദ ബാക്ക് 3. അതാവാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. നേരത്തെ അതല്ല, റീസ് ജെയിംസ് അല്ല ഇൻവേർട്ട് ചെയ്യണേ, ചിൽവെൽ ആണ്, കുക്രയാണ് ഇൻവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാൽ എൻസോ ഫെർണാണ്ടസ് കുക്രയെ ഇൻവേർട്ട് ചെയ്തിട്ട് ഡിയേഗോ കോസ്റ്റയുടെ പേര് എന്തിനാണ്? ഡിയേഗോ കോസ്റ്റയുടെ പേര് ഇവിടെ വന്നിരിക്കുന്നത് കോൾവിൽ ആണ്. സോറി ബോയ്സ്, ഞാനത് ഇപ്പോഴാണ് കണ്ടേ. ഇപ്പോഴാണ് ശരിയായത്. കോൾവിൽ ആൻഡ് ബാദിയഷേൽ. അവിടെ ഡിയേഗോ കോസ്റ്റ ചുമ്മാ അല്ല, ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. ഓക്കെ, ഇതിപ്പോ എന്തോ സംഭവിച്ചാൽ അടിപൊളി, നല്ല രസമുണ്ട്. എത്ര സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഗ്രേറ്റ്. അപ്പോ കോൾവിൽ ആൻഡ് ബാദിയഷേൽ ആണ് ഇൻവേർട്ട് ചെയ്യണമെങ്കിൽ ദേ ബിക്കം ദ ബാക്ക് 3. അതായത് ടോസിൻ അബർദായോ, റീസ് ജെയിംസ്, ഇതൊരു ബാക്ക് 3 ആണ്. അപ്പോ ദേ ബിക്കം ദ 2 അറ്റാക്കിംഗ് നമ്പർ 8 ടു ഈ പറയുന്ന ഒരു 3-2-5 ഫോർമേഷൻ. കുറച്ചും കൂടെ റീസ് ജെയിംസിന് ഒരു ഫ്രീഡം ടു മൂവ് അപ്പ് ആൻഡ് ഡൗൺ. സോ ദിസ് ഈസ് മോസ്റ്റ് ലൈക്ലി ഇപ്പൊ വളരെ ക്ലിയർ ആണ് വാട്ട്സ് ഹാപ്പനിങ് എന്നുള്ളത്. ബ്രോയ, ഡാട്രോ ഫൊഫാന, ഡേവിഡ് വാഷിംഗ്ടൺ ഒക്കെ പോകാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്, യാതൊരു സംശയവും വേണ്ട. നമുക്കിവിടെ ആഞ്ചലോ ഗബ്രിയൽ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. ആഞ്ചലോ ഗബ്രിയലിന്റെ ഫ്യൂച്ചർ ഇസ് അൺഡിസൈഡഡ്. ബട്ട് എന്നെ സംബന്ധിച്ച് മൈ പ്ലേയിങ് ഇപ്പോഴത്തെ പ്ലേയേഴ്സ് എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. 22 പ്ലേയേഴ്സ് പക്ക ഒരു ടീമിന് ആവശ്യമുള്ളത്. പിന്നെ നമ്പർ 2 ചോയ്സ് ഗോൾ കീപ്പർ പെട്രോവിച്ചിന്റെ പേര് ഞാൻ ഇട്ടിട്ടില്ല, കാരണം പെട്രോവിച്ച് മിക്കവാറും സോൾഡ് ആക്കപ്പെടും. വി നീഡ് എ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ. അപ്പോ 22 പ്ലേയേഴ്സ് ഇൻ ദിസ് സ്ക്വാഡ് is ideal. Maybe നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ 1 or 2 പ്ലേയേഴ്സ് അവിടെ ഇവിടേക്ക് ആഡ് ചെയ്യുന്നതിലും കുഴപ്പമില്ല. പക്ഷെ ദിസ് ലുക്സ് ലൈക്ക് ദി ഐഡിയൽ സ്ക്വാഡ് സൈസ് അറ്റ് ദിസ് മൊമെന്റ് എന്നെ സംബന്ധിച്ച്. ഓക്കെ,
ഗൈസ്, ഡു ലെറ്റ് മീ നോ നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കോമെന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചസിക്കാരൻ.